കൂട്ടുകാരെ അങ്ങനെ ഇന്ന് പാചകമൊന്നും ചെയ്യാനുള്ള ഭയങ്കര തിരക്കാ കൂട്ടുകാരെ, സമയമില്ല അല്ലേ? ഇന്ന് ഒത്തിരി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇച്ചിരി തിരക്കായി പോയി. ഞാൻ ആദ്യം അതൊക്കെ കാണിച്ചു തരാം, എന്തൊക്കെയാണ് പാക്ക് ചെയ്യാനുള്ളതെന്ന് ആദ്യം കാണിച്ചു തരാം. എല്ലാ സാധനം അതുപോലെ സ്റ്റിക്കർ എഴുതാനുള്ളയാ. അതെ, അങ്ങനെ തിരക്കായോണ്ട് ഇന്ന് ശരണ്യയുടെ പരീക്ഷണവും ഇല്ല, ഒരു പാചകവും ഇല്ല. ഇന്നപ്പ അമ്മതേ അതിന്റെ ഇടയ്ക്ക് ഇച്ചിരി കഞ്ഞിയും കറിയൊക്കെ വെക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇച്ചിരി തിരക്കില്ല. പിന്നെ ഞങ്ങള് വീഡിയോ ചെയ്യണോണ്ടാണ് കയ്യിലൊക്കെ ഇത് ഇടാത്തത് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് കയ്യുറയും അതുപോലെ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ പാക്ക് ചെയ്യാനൊക്കെ നിൽക്കുന്നത്. അതൊക്കെ ഞങ്ങള് വേറെ ആദ്യത്തെ ഒരു വീഡിയോയിലുണ്ട്, ഞങ്ങൾ തൊഴിലും പറഞ്ഞ് കാണിച്ചിട്ടുള്ളതാണ്. ഇത് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം ചെയ്യുന്നത്. അതെ അതെ അതെ, ഇതൊക്കെയാണ് ഞങ്ങൾ സാധനം. കൊള്ളിക്കപ്പ, പക്കാവട, കപ്പവട, പിന്നെ പഴം ചിപ്സ്, പിന്നെ അങ്ങനെ ചിപ്സ്, അങ്ങനെ ഒത്തിരി ഐറ്റം അല്ലേ? കുഴലപ്പം, അങ്ങനെ നമ്മുടെ കഷ്ണം എടുത്ത് തിന്നാൻ തോന്നുന്നില്ല കൂട്ടുകാരെ. പുതിയതായിട്ട് വന്ന കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന്. അതെ, അത് തന്നെയല്ല ശരണ്യ, പുതിയതായിട്ട് വന്ന് നമ്മുടെ കുറെ കൂട്ടുകാർക്ക് അറിയാൻ വേണ്ട ഞങ്ങളുടെ തൊഴിൽ എന്താണെന്നും എന്നൊക്കെ കുറെ ഡൗട്ടുകളുണ്ട്. ഒരു ഡൗട്ട് അല്ല, കുറെ ഡൗട്ട്. അപ്പൊ അതുകൂടിയാണ് ഇന്നത്തെ. എന്നാ Q&A ആണെന്ന് വെച്ചാൽ അല്ല, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നു അല്ലേ? ഒന്നാമത്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ തൊഴിൽ ഇപ്പൊ നമ്മൾ കാണിച്ചു തന്നല്ല. പിന്നെ ചിലര് ചോദിക്കും, കുറച്ച് പേർക്ക് ആദ്യമായിട്ട് കാണുന്നവർ ചോദിക്കും, ഇത് ശരണ്യയുടെ വീടാണ് എന്റെ വീടാണ്. ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടി വീടാണ് അല്ലേ? എന്റെ സത്യത്തെ വീട് ചങ്ങനാശ്ശേരിയാണ്, ഇത് ആലപ്പുഴയാണ്. അതെ, അപ്പൊ അങ്ങനെ ആ ഒരു ഡൗട്ട് പറഞ്ഞു തന്നു. പിന്നെ അത് കഴിഞ്ഞ് ചോദിക്കും, ഷിജു എത്ര മക്കളാണ്? അവര് 2 മക്കള്, ചേട്ടനും ഉണ്ട്. ചേട്ടൻ വേറെ മാറി താമസിക്കുക. അതെ, ചേട്ടന് 2 മക്കളുണ്ട്. അതാണ് ആദിത്യനും അച്ചുകുട്ടി. അതെ, അപ്പൊ അച്ചുകുട്ടി വരച്ച പടമൊക്കെയാണ്, അതൊക്കെ നമ്മൾ ഒത്തിരി കാണിച്ചിട്ടുണ്ടല്ലേ വീഡിയോക്കകത്തും. പിന്നെ അച്ചുകുട്ടിയും കണ്ണനും ഒക്കെയാണ് നമ്മളെ വീഡിയോ അല്ലെ, ഷോർട്സ് വീഡിയോയിലൊക്കെ ഒത്തിരി സപ്പോർട്ടിങ് ഉണ്ട്. പിന്നെ അതുകൂടാതെ വേറെ ശരണ്യയുടെ വീട് എവിടെയാണെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടല്ലേ? ശരണ്യയുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തു. ചങ്ങനാശ്ശേരി പായിപ്പാട് വെള്ളപ്പള്ളി എന്ന് പറയും. അവിടെയാണ് ശരണ്യയുടെ വീട്. എന്റെ വീട്ടിൽ ഞങ്ങൾ എത്ര മക്കളുണ്ട് വെച്ചാൽ ഞങ്ങൾ 3 മക്കളാ. ചേട്ടനുണ്ട്, ഒരു അനിയത്തിയുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, ശരണ്യയുടെ വീട്ടിൽ ശരണ്യക്ക് ഹൈറ്റ് കുറവുള്ളു. ഇവിടത്തെ വീട്ടിലാണെങ്കിൽ എനിക്ക് ഇച്ചിരി ഹൈറ്റ് കുറവുള്ളു. ബാക്കി എല്ലാവർക്കും അത്യാവശ്യം ഹൈറ്റ് ഉള്ളവരാണ് അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ പറയാനുള്ളത്. പിന്നെ വേറെ എന്തോ ഒത്തിരി പേര് ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന വീട് എവിടെയാണെന്ന് ഒത്തിരി പേര് ചോദിച്ചു. അതെ, ആലപ്പുഴ മുഹമ്മയ്ക്ക് പറ്റിയ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അല്ലേ? അപ്പൊ ഒത്തിരി പേര് കമന്റിലൂടെ. അപ്പൊ ഞാൻ തിരിച്ച് നിങ്ങൾ ഇടുന്ന കമന്റൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി വിലപ്പെട്ട. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്നാണ് ഈ കമന്റ് എല്ലാം വായിക്കുക. അപ്പൊ എല്ലാരും ഹായ് തരുമോ? അപ്പൊ എല്ലാവർക്കും കൂടെ ഹായ്. അതുപോലെ ഈ കമന്റ് നിങ്ങൾ തരുന്ന കമന്റൊക്കെ ഒത്തിരി പ്രിയപ്പെട്ടതാണ്. ഇതുപോലെ നിങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി കമന്റ് ഇടണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്ന് ഒത്തിരി ഒന്നും പറഞ്ഞു നീട്ടുന്നില്ല. പിന്നെ എല്ലാരും ഇന്ന് ഒരു കാര്യം ചോദിക്കും, നമ്മുടെ അച്ഛനും അമ്മേനെയും വീഡിയോയിൽ കണ്ടില്ലല്ലോ, ബുദ്ധിമുട്ടായി പോയെന്നൊക്കെ. ശരിയാണ്, അച്ഛൻ്റെ പുറത്തോട്ട് പോയിരിക്കുകയാണ്. അമ്മ അടുക്കളയിൽ ഇച്ചിരി പണിയുണ്ട്, അത് തീർത്തിട്ട് വന്നിട്ട് വേണം അമ്മ ഇനി പാക്ക് ചെയ്യാൻ വേണ്ടി കയറാൻ. കൂട്ടുകാരെ, നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരു സന്തോഷ വാർത്ത എടുത്തിട്ട് പോയാലോ? കൂട്ടുകാരെ, അങ്ങനെ ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താണെന്ന് പറഞ്ഞു കൊടുത്തേ? അച്ചുകുട്ടി തന്നെ പറയട്ടെ. +2 ഉന്നത വിജയം തന്നെ കരസ്ഥമാക്കിയിരിക്കുകയാണ് നമ്മുടെ അച്ചുകുട്ടി. കേക്ക് മുറിയാണ്. അപ്പൊ നമുക്ക് അതിലോട്ട് പോയേക്കാം. എല്ലാരും അങ്ങനെ സന്തോഷത്തോടെ ഇടിക്കണ്ട എല്ലാ. അതെ അതെ, അപ്പൊ നമുക്ക് കേക്ക് മുറിച്ചേക്കാം. കൂട്ടുകാരെ, അങ്ങനെ അതേ കണ്ട എല്ലാരും കൂടി അങ്ങോട്ട് കേക്ക് മുറിക്കാൻ പോവുകയാണ് നമ്മുടെ അച്ചുകുട്ടിയുടെ. എല്ലാരും കൂടി. നമ്മുടെ അച്ഛനും അമ്മയും വന്നിട്ടില്ല കേട്ടാ. ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിയെത്തി. അച്ഛനും അമ്മയൊക്കെ ഇനി പുറകെ വരും. അതെ, അച്ചുകുട്ടിക്ക് ഒരു സ്നേഹ ചുംബനം ഒക്കെ നൽകിയല്ലേ?
ഇനി ഇതുമേ ഫോണെ കൈപിടിക്കാൻ പറ്റിയാലേ കേക്കായിപ്പോയി. അപ്പൊ ഇന്ന് അങ്ങനെ തിരക്കായോണ്ട് പരീക്ഷണങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. പുതിയൊരു പരീക്ഷണമൊക്കെ ആയിട്ട് വരുന്നത് വരെ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യണം, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ അതുപോലെ നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖം തന്നെ. പിന്നെ എല്ലാവർക്കും മഴയുണ്ടോ? ഇവിടെ മഴയൊന്നുമില്ല. ഇന്നലെ വരെ മഴയുണ്ട്. അതെ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കുക. കൂട്ടാക്കുക. അപ്പൊ നല്ലൊരു വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ.